നമസ്കാരം ശ്രീ ആരിഫ് ഹുസൈൻ. നമസ്കാരം. യെസ്. ഈ വയനാട് ദേശീയ ദുരന്തമായി, വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സാധിക്കില്ല എന്ന കേന്ദ്ര നിലപാട്, അത് കേരളത്തിനോടുള്ള കടുത്ത അവഗണനയാണ്, അല്ലെങ്കിൽ വഞ്ചനയാണ്. കേരളത്തെ തകർക്കുന്ന ഒരു പല നിലപാടുകളിൽ ഒന്നായി കേന്ദ്രത്തിൻ്റെത് മാറുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ വലിയ രീതിയിൽ പ്രതിഷേധം LDF-ന്റെ UDF-ന്റെ ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട്. ചൊവ്വാഴ്ച ഒരു ഹർത്താൽ വയനാട്ടിൽ ഈ രണ്ട് മുന്നണികൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ആദ്യം അത് LDF മാത്രമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പിന്നീട് അത് UDF കൂടി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ തിരിച്ച്. അപ്പോ അത് എന്ത് തന്നെയായാലും ഒന്ന്, ദുരന്തങ്ങൾ ഒഴിവാക്കാൻ സർക്കാർ ശ്രമിക്കണം എന്നുള്ളതാണ്. ഈ ദുരന്തം വന്നതിന് ശേഷം ഞങ്ങൾക്ക് സഹായം കിട്ടും എന്നുള്ള രീതിയിൽ കൈകാര്യം അടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാതെ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് സർക്കാരിന് പരമപ്രധാനമായ കർത്തവ്യം. ഒന്ന്, പിന്നെ പ്രകൃതി ദുരന്തങ്ങളാണ്, നമുക്ക് തടുക്കാൻ സാധിക്കുന്നതല്ല. പക്ഷേ അതിന്റെ ഒരു വലിയ വ്യാപ്തി കുറയ്ക്കാൻ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ മുന്നറിയിപ്പുകൾ കൊണ്ടോ അല്ലെങ്കിൽ മുൻകരുതലുകൾ കൊണ്ടോ സാധിക്കും. മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്, ചുഴലിക്കാറ്റുകൾക്ക് നിരന്തരം കടന്ന് വന്നു പോകുന്ന സംസ്ഥാനങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പൊ എന്തായാലും ഈ ഹർത്താലിലേക്ക് വന്നാൽ, ഹർത്താല് നമുക്കറിയാം കോടതി നിരോധിച്ചിട്ടുള്ളതാണ്. മിന്നൽ ഹർത്താലുകൾ പ്രത്യേകിച്ച് ഈ PFI നിരോധിച്ചതിനെ തുടർന്നുണ്ടായ മിന്നൽ ഹർത്താൽ, അത് അതിന്റെ പേരിലുണ്ടായ പ്രശ്നങ്ങൾ, KSRTCക്ക് ഉണ്ടായ നഷ്ടം, ഈ PFIയിലെ നേതാക്കൾ ഇപ്പോഴും ജാമ്യമൊക്കെ കിട്ടാതെ കോടതി കയറി ഇറങ്ങുകയാണ്, വലിയ വെട്ടിലായിരിക്കുകയാണ്. അപ്പൊ അത് ഒരു വിഷയം, മിന്നൽ ഹർത്താൽ നിരോധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇങ്ങനെ ഇപ്പോ നേരത്തെ പ്രഖ്യാപിക്കുന്ന ഹർത്താലുകളാണെങ്കിൽ പോലും അത് ജനജീവിതത്തെ ബാധിക്കുന്നു, സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കുന്നു. വിദേശ രാജ്യങ്ങൾ പോലും അവരുടെ പൗരന്മാരോടൊക്കെ അവിടെ ഇന്നടത്ത് ഹർത്താൽ ഉണ്ടാവും, അങ്ങോട്ടേക്ക് പോകുന്നത് സൂക്ഷിച്ചു വേണം, നമ്മുടെ സംസ്ഥാനത്തെ പറ്റി മുന്നറിയിപ്പ് കൊടുക്കുന്ന ഒരു സംവിധാനം, അങ്ങനെ ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് ഹർത്താലുകൾ ഇങ്ങനെ തുടർന്നു പോകുന്നു. ഇതിപ്പോ ഞാനൊന്ന് അതിനെ നോക്കിക്കണ്ടത്, വയനാട്ടിൽ നമുക്കറിയാം മുസ്ലിം ലീഗ് വലിയ പ്രതിഷേധത്തിലാണ്. കാരണം പാകിസ്ഥാൻ പതാക ഉയർത്താൻ സാധിക്കുന്നില്ല, കോൺഗ്രസിന്റെ പരിപാടി. പ്രത്യേകിച്ച് 2019 അത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ അത് ചർച്ചയായത് അവിടുത്തെ ഈ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയ്ക്കോ മറ്റോ ഇടയിലാണെന്ന് തോന്നുന്നു അല്ലെ, IUML പതാക ഉയർത്തുന്നത് സോഷ്യൽ മീഡിയയിൽ. ഇത് വയനാടാണോ കറാച്ചിയാണോ ലാഹോറാണോ എന്നൊക്കെയുള്ള രീതിയിൽ ചോദ്യം വന്നു. അത് ഓക്കെ. ഉത്തരേന്ത്യയിൽ വലിയ തിരിച്ചടിയായി. അതുകൊണ്ട് തന്നെ 2024 രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ കുറച്ച് ബലൂണുകളൊക്കെ മാത്രമേ, അത് ത്രിവർണ്ണ പതാക മാത്രമേ അവിടെ അംഗീകരിക്കപ്പെട്ടുള്ളൂ, അല്ലെങ്കിൽ അത് മാത്രമേ അവിടെ സാധ്യമായുള്ളൂ എന്നുള്ളതാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ പ്രിയങ്ക ഗാന്ധി വന്നതിന് ശേഷം വലിയ ഹൈപ്പൊക്കെ ഉണ്ടായി. അത് മുസ്ലിം ലീഗിന്റെ പതാക ഉയർന്നു ഇല്ല, അല്ലെങ്കിൽ ഉയർന്നത് വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു, ഉയർത്തിയവർക്ക് നേരെ അക്രമം ഉണ്ടായിരുന്നു എന്നൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തു. അതെന്ത് തന്നെയല്ല, അവരെ പ്രേരിപ്പിക്കാൻ കൂടി വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചൊവ്വാഴ്ചത്തെ ഹർത്താൽ ആഹ്വാനം എന്നുള്ള രീതിയിൽ കൂടി ഒരു തോന്നൽ ഉണ്ടാകുന്നുണ്ട്. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ആഹ് ഇത് രാഷ്ട്രീയക്കാർ പലതരത്തിലുള്ള നാടകങ്ങൾ കളിക്കുന്നു. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ഹർത്താൽ എന്ന് പറയുന്നത്. ഈ ആളുകളുടെ ജനജീവിതം ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഹർത്താലുകൾ പാടില്ല എന്ന നിയമം ഇവിടെ ഉള്ളപ്പോൾ അത് എന്താ പറയുക, ആശാന അടുപ്പിലും ആകാം എന്ന് പറയുന്ന പോലെ രാഷ്ട്രീയ പാർട്ടികൾ വിചാരിച്ചാൽ അത് ആകാം എന്നതാണ്. അപ്പോൾ സത്യത്തിൽ ഇത് റോങ് മെസ്സേജാണ് ഇങ്ങനെ വരുന്ന ഒരു സംഗതി എന്ന് പറയുമ്പോൾ. പിന്നെ വേറൊരു കാര്യം കൂടി ഉള്ളത്, ഈ വിഷയം ഏത് വിഷയം എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു വസ്തുത എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഉണ്ടാവും. ആ ഒരു ഭാഗത്തെക്കുറിച്ചുള്ള ചർച്ച കൊണ്ടുപോകുന്നത് തടയാൻ കൂടി വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഹർത്താലുകൾ വഴിവെക്കുക. കാരണം ഇതാണ് ഇതിൻ്റെ കാര്യം, ഇതിൽ കൂടുതൽ നിങ്ങളൊന്നും അറിയാനില്ല, കൂടുതലൊന്നും ചോദിക്കാനുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഈ വിഷയം ഇന്നതാണെന്ന് ഈ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വഴി കൂടിയാണ് സത്യത്തിൽ ഈ ഹർത്താലുകൾ എന്ന് പറയുന്നത്. അതാണ് ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് പലപ്പോഴും അത് വളരെ കൂടുതൽ ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നത്. അവർ പറയും ഇന്നതിനു വേണ്ടി നമ്മൾ ഹർത്താൽ നടത്തുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ കാരണം അവിടെ സ്ഥാപിക്കപ്പെടുകയാണ്. അത് ശരിയോ തെറ്റോ ആയിക്കോട്ടെ, അതിനകത്ത് വസ്തുത ഉണ്ടോ വസ്തുത ഇല്ലേ, അതൊന്നും പിന്നെ അവിടെ ചോദ്യമായിട്ട് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു ആധുനിക സമൂഹത്തിൽ ഈ ഹർത്താലുകൾ എന്ന് പറയുന്ന സംഗതിയെ ഇപ്പം ഞാൻ പേഴ്സണലി അതിനോട് യോജിക്കാത്തൊരു ആൾ ആവുന്നത് അതുകൊണ്ടാണ്. അതൊരു വശത്ത്. പിന്നെ ഇപ്പോൾ ഈ പറയുന്ന വിഷയത്തിൽ തന്നെ ഈ നാഷണൽ ഡിസാസ്റ്ററായിട്ട് പ്രഖ്യാപിക്കണം എന്ന് പറയുന്നൊരു സംഗതി, അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ല ഈ നിയമത്തിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പറയുന്നു. അപ്പോൾ പിന്നെ ഉള്ളത് എന്താണ്, ഇതിനകത്ത് കാര്യങ്ങൾ കണ്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. ചിലവ് എത്രയാണോ അതിന് വേണ്ട കാര്യങ്ങൾ, പൈസ സംബന്ധിച്ചിട്ടുള്ളത്, അതല്ലെങ്കിൽ മറ്റ് പേഴ്സണൽസിനെ അയക്കുക, അതല്ലെങ്കിൽ മിലിറ്ററി അയക്കുക, ഇതെല്ലാം എക്സ്പെൻസ് വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് കാര്യങ്ങളിൽ ഇടപെടുക. സെൻറ്ററും സ്റ്റേറ്റും ഒക്കെ ഇതുപോലുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത്തരം രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇതിപ്പോൾ കേരളത്തിന് മാത്രം ഒരു പ്രത്യേകത എന്തെന്നുള്ളതാണ് ഇതിനകത്ത് മറ്റൊരു ചോദ്യം. കാരണം ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ മറ്റ് സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നു. ഇപ്പോൾ ഹിമാചൽ പ്രദേശിൽ ഉണ്ടാകുന്നുണ്ട്, ഉത്തരാഖണ്ഡിൽ ഉണ്ടായിട്ടുണ്ട്, ആസാമിൽ നിരന്തരം. ആസാമിലേക്ക് ആ ഒരു സ്ഥിതിവിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷവും പ്രശ്നമാണ്. ഏത് മഴ പെയ്ത് കഴിഞ്ഞാൽ അവിടെ ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥയാണ് ആസാമിലൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ ഫോക്കസ് ഉണ്ടാവും. പിന്നെ ഈ
സെൻട്രലിൻ്റെ ബാധ്യത, സ്റ്റേറ്റിൻ്റെ ബാധ്യത എന്നൊക്കെ പറയുമ്പോൾ അത് ഈ ബ്ലെയിം ഗെയിമിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ പറയുന്നു. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്ത് എന്നുള്ളത് കാണാൻ ശ്രമിക്കാതെയുള്ള ബ്ലെയിം ഗെയിമിങ് ഇതാണ് അവിടെ നടക്കുന്നത് നമ്മൾ പറയുമ്പോഴും. ഈ വയനാടുണ്ടായ ലാൻഡ് സ്ലൈഡ് അത് മുൻകൂട്ടി കണ്ട്, അതുണ്ടാവാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട്, അത് സെൻട്രലിൽ നിന്ന് തന്നെ അതിനുള്ള ഒരു ഒരു നിർദ്ദേശം, ഇങ്ങനെ ഒരു കാലാവസ്ഥ സംബന്ധിച്ചുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന്. രണ്ട്, ആ വയനാട് ഭാഗത്ത് ഉള്ള ഈ പറയുന്ന ആ ഏരിയ തന്നെയുള്ള ഒരു പ്രൈവറ്റ് ഒരു സെൻറ്റർ, അവർ ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള കൃത്യമായ വാണിംഗ് കൊടുത്തിരുന്നു ഇതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ. ഇത് രണ്ടും അവഗണിക്കുകയാണ് ചെയ്തത്. ഇത് എല്ലാം അവഗണിച്ച് നമ്മൾ പ്രശ്നങ്ങൾ വരുത്തി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് നിലവിളിക്കുന്ന ഒരവസ്ഥ. ഇത് നമ്മളിപ്പോൾ ഇരുന്ന് പറയുന്നത് ശരിയല്ല, ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളത്. പക്ഷേ ഇതൊന്നും ഇവിടെ ചർച്ചയാകാൻ പോലും ഇവർ സമ്മതിക്കുന്നില്ല എന്നുള്ളിടത്താണ് നമ്മളിത് പറയേണ്ടി വരുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ ഇത് നമ്മൾ അഫക്റ്റഡ് അല്ലാത്തതുകൊണ്ട്, നമ്മൾ ജീവനോടെ ഇരിക്കുന്നതുകൊണ്ട് നമുക്കിത് പറയാൻ കഴിയുന്നു. അത് നമ്മളുടെ ഒരു പ്രിവിലേജായിട്ടോ അഹങ്കാരമായിട്ടൊക്കെ ആളുകൾ ചിത്രീകരിക്കാം. പക്ഷെ നമ്മൾ പറയുന്നത് ഇപ്പം നമ്മളും താമസിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെന്ന് അറിഞ്ഞാൽ നമ്മൾ ഒഴിഞ്ഞു മാറുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ബാധ്യതയാണ്. അതിനൊരു മികച്ച ഉദാഹരണം വേൾഡിൽ തന്നെ ഏറ്റവും വലിയ തോതിൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൊരു മോഡലാണ് ഒറീസ മോഡൽ എന്ന് പറഞ്ഞിട്ട് പറയുന്നൊരു മോഡൽ. ഒറീസ മോഡൽ അവിടെ നിരന്തരം ഈ ചുഴലിക്കാറ്റ് പ്രശ്നമാണ്. ചുഴലിക്കാറ്റ് പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഇത് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ അഫക്റ്റ് ചെയ്യുന്നു, ഒരുപാട് പേര് മരിക്കുന്ന അവസ്ഥ നിരന്തരം വന്നപ്പോൾ ഇവരതിനെ കോമ്പാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വഴിയായിട്ട് ഇറങ്ങുന്നു. അവർ ഇത് മുൻകൂട്ടി കണ്ട് അവർ ആളുകളെ മാറ്റി പാർപ്പിക്കുന്നത് വ്യാപകമാക്കി. അങ്ങനെ ഇതിൻ്റെ ആൾനാശം കുറച്ചുകൊണ്ട് വന്നു. അങ്ങനെ ആളുകൾ ഒരാൾ പോലും മരിക്കാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുവരികയാണ്. ഇത് UN പോലും പ്രകീർത്തിച്ച ഒരു മാനേജ്മെൻറ്റ് സംഗതിയായിരുന്നു അവിടെ. അപ്പോൾ അവരെന്താ ചെയ്തത്? ഇത് ചുഴലിക്കാറ്റടിക്കട്ടെ, ആളുകൾ മരിക്കട്ടെ, എന്നിട്ട് നമുക്ക് സർക്കാരിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഫണ്ടിന് വേണ്ടിയിട്ട് ഇത് ചെയ്യാം, ഇതല്ലല്ലോ അവരവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സത്യത്തിൽ നമ്മൾ ഇത്രയും നാൾ ഇത് കഴിഞ്ഞു, ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടാക്കിയിട്ട് ഇത്ര നാൾ കഴിഞ്ഞിട്ടും എവിടെയെങ്കിലും ഇത് ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നുള്ള രീതിയിലൊരു ചർച്ച, അതിനെക്കുറിച്ചുള്ള ഏതെങ്കിലും അന്വേഷണ റിപ്പോർട്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു സർവകക്ഷി യോഗമോ ഇതൊന്നും നമ്മളിവിടെ കാണുന്നില്ല. ഇത് പോട്ടെ, ഇതിപ്പോൾ വയനാട് മാത്രമാണെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഈ വെള്ളപ്പൊക്കം ഉണ്ടായി 2018 അതിനുശേഷം നമ്മൾ അതിനെക്കുറിച്ച് വല്ലതും കേൾക്കുന്നു. അന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. വെള്ളപ്പൊക്കം ഉണ്ടായതിൻ്റെ ലെവൽ നോക്കി എല്ലായിടത്തും മാർക്ക് ചെയ്ത് പോകണം എന്നൊക്കെ പറഞ്ഞ്, എല്ലാ വീട്ടിലും മാർക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ പറഞ്ഞു. ഇതെല്ലാം അതെ, എന്താണ് റിവർ ബാങ്ക്, അതെ, ബാങ്കിങ് ഓഫ് റിവർ, റൂം ഫോർ റിവർ, ഇവരെല്ലാം അതിനു വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഒരു ടൂർ പോകാനുള്ള ഒരു അവസരമായിട്ട് മാറ്റുകയാണത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു. എന്നിട്ട് എന്താ ഉണ്ടായത്? ഇതിനെക്കുറിച്ച് വല്ല നീക്കങ്ങൾ എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ? ഇല്ല, എവിടെയും അതിനെക്കുറിച്ചുള്ളൊരു ചർച്ച വരുന്നില്ല. ഇപ്പോഴും പെർമിറ്റ് കൊടുക്കുന്ന കാര്യങ്ങളിൽ ഇതിലൊന്നും ഒരു ശ്രദ്ധ കൊടുക്കാതെയാണ് ഇപ്പോഴും അത് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് ഈ ബ്ലെയിം നടത്തിക്കൊണ്ട് ഹർത്താൽ നടത്താനോ അതല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആർഗ്യുമെൻറ്റ്സ് അവിടെ സ്ഥാപിക്കാനോ ഒക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്താലും ജനജീവിതം അൾട്ടിമേറ്റ്ലി അഫക്റ്റഡ് ആവുന്നു. അതിനു വേണ്ടിയിട്ട് ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ത് ചെയ്യുന്നു എന്നുള്ള ചോദ്യം അപ്പോഴും അവിടെ ബാക്കിയാവാണ്. ഇവിടെയും ഹർത്താൽ നടക്കും. ചൊവ്വാഴ്ച എല്ലാവരും ഹർത്താൽ ആഘോഷിക്കും. അവിടെ വയനാടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസത്തെ നഷ്ടമായിട്ടാണ് നമ്മളതിനെ കണക്കാക്കുന്നത്. ഇപ്പം നമുക്കും ഹർത്താലിന് പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ വണ്ടി എടുത്ത് ഇറങ്ങിയ ചില്ല് പൊട്ടിയാലോ എന്ന് പേടിച്ചിട്ടാണ് നമ്മൾ വീട്ടിലിരിക്കുന്നത്. അതാണ് നമ്മളുടെ പേടി, അല്ലാതെ പോകാതിരിക്കണം എന്ന് നമ്മൾ വിചാരിച്ചിട്ടല്ല. കാരണം ഒരു ദിവസത്തെ നഷ്ടം എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ നഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് ഇവരെ കൊണ്ടെത്തിക്കുന്നത് പോലും അല്ലെങ്കിലേ ദുരിതം അനുഭവിക്കുന്ന ജനതയെ ഒരു ദിവസം കൂടി കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിവിടാം എന്നതല്ലാതെ ഇതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഏതായാലും ഇവരുദ്ദേശിക്കുന്ന ഒരു ഫലം ഈ ഹർത്താൽ കൊണ്ട് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വോട്ട് ഏതാണ്ട് ഈ പറഞ്ഞതുപോലെയാണ്. അതെ, ഈ വോട്ടിന്റെ മാത്രമല്ല എന്റെ സംശയം. താങ്കൾ പറഞ്ഞതുപോലെ ഒരു ദിവസത്തെ ജനജീവിതം സ്തംഭിപ്പിക്കാൻ ഇവർക്കൊക്കെ ആരാണ് അധികാരം കൊടുത്തത് എന്നൊരു സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ താങ്കൾ പറഞ്ഞ പോലെയാണ് അവനവന്റെ വണ്ടി അല്ലെങ്കിൽ അവനവന്റെ തടി, അവനവന്റെ ആരോഗ്യം കേടാകാതിരിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങാതിരിക്കാം. പക്ഷെ കുറച്ചുപേർ ഒരുമിച്ച് അതങ്ങ് തീരുമാനിക്കുകയാണ്, ഞങ്ങൾ ഇന്ന് കടകൾ തുറക്കും, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ ഉപജീവനത്തിനായിട്ട് ഒരു ദിവസത്തെ പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങും എന്ന് പറയുമ്പോഴും ഗുണ്ടകളെ പോലെ അവരെ ആക്രമിക്കാൻ ഇവർക്ക് ആര് അധികാരം കൊടുക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ചാലും എനിക്ക് തോന്നുന്നത് ഈ ഹർത്താലിൽ അങ്ങനെ കടകൾ തുറക്കാനാണ് സാധ്യത കൂടുതൽ. കാരണം വയനാട്ടിലെ ജനത രാഹുൽ ഗാന്ധിനെ കൊണ്ടും അതുപോലെ നിലവിലെ സംസ്ഥാന സർക്കാരിനെ കൊണ്ടും ബുദ്ധിമുട്ടിയിരിക്കുന്ന ആളുകളാണ് ഒരു പരിധിവരേക്കും. അപ്പോൾ അവർ മിക്കവാറും അതിനോട് വിയോജിപ്പുള്ള ആളുകളെങ്കിലും ഒന്ന് സംഘടിച്ചിട്ട് ഇത് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഈ ഹർത്താൽ അങ്ങനെ തന്നെ പൊളിയാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു സ്പെക്കുലേഷനാണ്, ഒരു സാധ്യത. അതാണ് നമ്മൾ അതിനധികം ഒരു 50% സാധ്യതയില്ല, ഒരു 60% ഞാൻ പറയുന്നത്. അതായത് ഒരു 10% എക്സ്ട്രാ നമ്മൾ കാണുന്നു. അത്രയെങ്കിലും നമ്മൾ കാണുന്നുണ്ട് അതിനകത്ത് ഒരു വ്യത്യാസം.
ഈ ഒരു വിനോദസഞ്ചാര മേഖല ഭയങ്കരമായിട്ട് ബാധിക്കപ്പെട്ടിരിക്കുകയാണ്. താങ്കൾ പറഞ്ഞ പോലെയാണ് യു കെയിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്, ഇപ്പൊ ഈ കഴിഞ്ഞ വെക്കേഷനൊക്കെ വരുമ്പോഴത്തേക്കും ആഹ് എവിടെയാണ് നാട്, ആള് വെക്കേഷന് വേണ്ടിയിട്ട് നാട്ടിലേക്ക് വരും. അപ്പൊ എവിടെയാണ് നാട്? ഇപ്പൊ ഇന്ത്യയിലാണ്, കേരളത്തിലാണ്. അയ്യോ അവിടെ എപ്പോഴും ഇതുപോലെ ഹർത്താൽ. ഡിസാസ്റ്റേഴ്സ് നടക്കുന്ന, അതെ, അതെ. പ്രകൃതി ദുരന്തങ്ങളും മറ്റുമൊക്കെ എപ്പോഴും ഇങ്ങനെ ഉണ്ടാവുന്ന ഒരു സ്ഥലമല്ലേ, പേടിച്ചിട്ട് എങ്ങനെയാണ് എന്നുവെച്ചാൽ നിങ്ങൾ വരും, അറിയാലോ നമ്മളിങ്ങനെ അതിഥി ഉം. മര്യാദയുടെ ഒക്കെ ഒരു അവിടെ ഞങ്ങളുടെ നാട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, നിങ്ങൾ വരണമെന്ന് പറയുമ്പോൾ അയ്യോ അങ്ങോട്ടേക്ക് എങ്ങനെയാണ് വരുന്നത് എന്ന് ചോദിക്കുകയാണ്. പിന്നെ താൻ നേരത്തെ സൂചിപ്പിക്കാൻ തുടങ്ങിയ കാര്യം ഹർത്താലിന്റെയാണ്, അത് വേറെ. അതെനിക്ക് തോന്നുന്നു ഉം. അവരുടെയൊക്കെ ഭരണകൂടങ്ങൾ തന്നെ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് അവർക്ക് കൊടുക്കും, സൂക്ഷിച്ച് വേണേ കൊടുക്കണം. എന്ന് പറഞ്ഞ് കൊടുക്കും. ഇതിന്റെ അപ്പുറത്തേക്ക് ഇതുപോലെ എപ്പോഴും വെള്ളപ്പൊക്കമല്ലേ, അല്ലെങ്കിൽ എപ്പോഴും ഉരുൾപൊട്ടലല്ലേ എന്ന് പറഞ്ഞുകൊണ്ട്, എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഈ കഷ്ടതകൾ മാത്രം മുന്നോട്ട് വെച്ച് യാചിച്ച് അറിയാലോ, യു എയിലേക്കൊക്കെ 2018 ഒരു സഹായ അഭ്യർത്ഥന പോയതൊക്കെ താങ്കൾക്ക് ഉം. അറിയാമല്ലോ. ഈ യാചിക്കുന്നതിൽ ഒരു അഭിമാനം കണ്ടെത്തുന്നു അല്ലെ, അല്ലെങ്കിൽ ഞങ്ങളുടെ അത് നാട് അത് ബാധിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞൊരു അഭിമാനം കണ്ടെത്തുന്നു ഭരണകൂടം. അത് കമ്മ്യൂണിസ്റ്റ് രീതിയാണത്. ഇങ്ങനെ ഈ യാചന എന്ന് പറയുന്നത് കമ്മ്യൂണിസം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സംവിധാനങ്ങൾ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളാണ്. ഒരു കാര്യമാണ് സാധാരണ പറയാറ്, അതിൻ്റെ ഉപോൽപ്പന്നമാണ് ഈ യാചന എന്ന് പറയുന്നത്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ദാരിദ്ര്യമാണ്. കാരണം ദാരിദ്ര്യം ഉണ്ടെങ്കിലാണ് കമ്മ്യൂണിസം വിറ്റുപോകുള്ളൂ. ദരിദ്രരായ ജനങ്ങളും ദരിദ്രരായ പട്ടിണി പാവങ്ങളും ഉണ്ടെങ്കിലാണ് കമ്മ്യൂണിസ്റ്റ് ആശയം പേറുന്ന ആളുകൾക്ക് അവരുടെ ആ ആശയങ്ങൾ അവരിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. ധനികരായി അവർ അഫ്ലുവൻ്റായി മാറുന്ന ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ കമ്മ്യൂണിസം ആദ്യം എടുത്ത് ചവറ്റുകൊട്ടയിലേക്ക് എറിയപ്പെടുന്ന ഒരു സാധനമാണ്. ചൈനയൊക്കെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. കാരണം അത് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഒരിക്കലും ഈ കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥിതിക്ക് ആകില്ല. അതിന് മൂലധന വ്യവസ്ഥിതി തന്നെ വേണം. അപ്പോൾ ഇവിടെ ഈ പറയുന്ന യാചനയും ഇതിൻ്റെ ഒരു എന്താണ് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളത് എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ഇങ്ങനെ സബ്സിഡി, ഇതുപോലെയുള്ള സബ്സിഡിയെക്കുറിച്ചൊക്കെ ഇപ്പോഴും ചർച്ച ചെയ്യുന്ന ആളുകളാണ് ഈ കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥിതി എന്ന് പറയുന്നത്. അവരേറ്റവും വലിയ വിഷയമായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. കട്ടായോ? അഖില കട്ടായോ? ഇല്ല ഇല്ല ഇല്ല. അപ്പോൾ ഫുൾ ഫ്രെയിം ഇവരിപ്പോഴും എടുത്തതാണ് guys. അവരിപ്പോഴും അങ്ങനെയാണ് അത് കാണുന്നത്. അപ്പം ഞാൻ പറയുന്നത് ഇതുപോലെയുള്ള വിഷയങ്ങൾ വരുമ്പോഴും അവിടെയും ഈ യാചന ഇറക്കിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതും പുറത്തേക്ക് വരുന്നത് ഇത്തരത്തിലുള്ള ആ കുടില ചിന്തകളും കുടില ലക്ഷ്യങ്ങളുമാണ്. അതിലൊന്നും വലിയ കഥയില്ല. ഇത് അധികകാലം ഓടില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥിതി മരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ, അത് മരിച്ചു കഴിഞ്ഞു. അതിൻ്റെ ലക്ഷണങ്ങളാണിത് നമ്മൾ കാണുന്നത്. അതൊരു കമ്മ്യൂണിസ്റ്റ് തന്ത്രങ്ങൾ. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോ കോൺഗ്രസും കൂടി ഈ ഹർത്താൽ നടത്തണമെന്ന് പറഞ്ഞ് മുന്നിട്ടിറങ്ങിയത് ഈ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗിനെ പ്രീണിപ്പിക്കാനുള്ള ഒരു മാർഗമായിട്ട് കൂടി അങ്ങനെ തോന്നി. മുസ്ലിം ലീഗ് എന്നത് ഞാൻ പറയുന്നില്ല, അത് ആ ജനങ്ങൾ, അതെ വയനാട്ടിലുള്ള അതെ ജനങ്ങൾ, യെസ്. അതൊരു വോട്ട് ബാങ്ക് ആയിട്ട് അവർ കണ്ട് അതിനെ പ്രീണിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അത് വിലപ്പോവാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെയാണ് ഒരു പച്ചപ്പതാക ഉയർത്തലിന്റെ വിഷയത്തിലൊക്കെ എന്തായാലും വലിയൊരു വിഭാഗം അല്ലെ, ജനവിഭാഗം തീർച്ചയായിട്ടും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ തന്നെയാണ്. അതെ. അപ്പോ അത് അവരെ പ്രത്യക്ഷമായോ പരോക്ഷമായോ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കൂടി ഒന്ന് മേക്കപ്പ് ചെയ്തേക്കാം എന്നുള്ള രീതിയിൽ അല്ല, കൂടി അത് ഇത്തരത്തിൽ അതിനെ ഞാൻ പക്ഷെ അതിന് കാണുന്നത് ശരിക്കും ഫലമായിട്ട് പറഞ്ഞാൽ വരുന്ന അവർ ജനജീവിതം ദുസ്സഹമാകുന്നു. അല്ല, അതിൽ ഞാൻ കാണുന്ന അവർ ഇത്തവണ കുറച്ച് കോഷ്യസ് ആയിരുന്നു ഈ പതാക ആ വിഷയത്തിൽ. കഴിഞ്ഞ തവണ അത് വലിയ പേരുദോഷം ഉണ്ടാക്കിയതാണ്. കുറേ പല ആളുകളും അതിൽ തെറ്റിദ്ധരിപ്പിക്കൽ പോലും മനഃപൂർവ്വം നടത്തിയിട്ടുണ്ട്. അതായത് ഈ സാധനത്തെ കുറച്ചെടുത്തിട്ട് കുറേ പച്ചപ്പതാക വെച്ച് എന്നിട്ട് അത് പ്രചരിപ്പിച്ച് അത് കൂടുതൽ ഇവർക്ക് ദോഷം ഉണ്ടാക്കി. നോർത്തിലൊക്കെ വലിയ തോതിൽ അത് പ്രൊപ്പഗൻഡയായിട്ട് പോയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇനി 1 കോടി ഉണ്ടായാൽ തന്നെ അത് 10 ഉണ്ടാക്കാൻ ഇന്ന് ഫോട്ടോഷോപ്പ് ഉള്ളപ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ അത് അവർ ഉപയോഗിച്ചു ഇവർക്കെതിരെ. ഇതൊക്കെ രാഷ്ട്രീയത്തിൽ അവർ ചെയ്യുന്നു, തിരിച്ചിങ്ങോട്ടും ചെയ്യുന്നു, അതവിടെ നടന്നു. പക്ഷേ അൾട്ടിമേറ്റ്ലി ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താണ്? ഈ രാഷ്ട്രീയം കൂടുതൽ കാലുഷ്യം നിറഞ്ഞൊരു സാധനമായിട്ട് മാറുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് കാണുന്ന പ്രശ്നം. ഇത് രണ്ടും നടക്കുമ്പോൾ നാടിന് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, അത് ആര് ചെയ്താലും എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് ഇത് കോൺഗ്രസ്സുകാർ ചെയ്യുമ്പോൾ നല്ലതും മറ്റൊരു ചെയ്യുമ്പോൾ മാത്രം മോശമാവുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കാണുന്നത്. അതിനോടാണ് നമുക്ക് യോജിപ്പില്ലാത്തത്. ഇത് ആര് ചെയ്താലും മോശം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഫോട്ടോഷോപ്പ് വെച്ചിട്ടുള്ള പരിപാടി ഇത്തവണ ഇനി അതിന് പോലും സാധ്യത വരരുത് എന്ന ഒരു ലക്ഷ്യം ഇവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ അവർ കൊടിയൊക്കെ മാറ്റി പരമാവധി ഒഴിവാക്കി എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അത് നല്ലൊരു മാറ്റമാണ്. പോക്കറ്റിലൊക്കെ വെച്ചുകൊണ്ടാണ് അവര് വിഷമം മറച്ചുകൊണ്ട് അത് നല്ല കാര്യമാണ്. അതെ, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ വക്താക്കൾ വന്നിട്ടാണ് നിങ്ങൾ ഭയങ്കര വർഗീയതയാണെന്ന് പറയുന്നത്. അത് തന്നെയാണ് ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത്. ആ പേരാദ്യം മാറ്റണം. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പേരിട്ടുകൊണ്ട് നിങ്ങൾക്ക് വർഗീയതയ്ക്കെതിരെ സംസാരിക്കാനുള്ള ഒരു ധാർമ്മിക അവകാശമില്ല. കാരണം നിങ്ങളുടെ പാർട്ടിയുടെ പേര് തന്നെ വർഗീയമാണ്. അവിടെയാണ് അതിൻ്റെ പ്രശ്നം കിടക്കുന്നത്. യെസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.
ബെൽബട്ടനും അമർത്തുക.